മരണം വരെ പാർട്ടിയിൽ തുടരുമെന്നാണ് CPI നേതാവും നാട്ടിക MLA-യുമായ CC മുകുന്ദൻ പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ കാരണമുണ്ട്. കാരണം തൃശൂർ CPI ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിന് പിന്നാലെ അദ്ദേഹം ഇന്നലെ ഇറങ്ങിപ്പോയി എന്ന തരത്തിലായിരുന്നു വാർത്തകളൊക്കെ. അതിന് പിന്നാലെയാണ് ഈ ഒരു പ്രതികരണം കൂടി വന്നിരിക്കുന്നത്. അതേസമയം തന്നെ കളവ് ചെയ്ത തന്റെ PA-യെ പാർട്ടി സംരക്ഷിക്കുകയാണെന്നും മുൻ PA മസൂദ് കള്ള ഒപ്പിട്ട് സർക്കാരിൽ നിന്നും പണം തട്ടിയെന്നും MLA ആരോപിച്ചിട്ടുണ്ട്. ഇക്കാര്യം പാർട്ടി അറിഞ്ഞിട്ടില്ല എന്നും നടപടിയെടുക്കുന്നില്ലെന്നും CC മുകുന്ദന് പരിഭവവുമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. പാർട്ടിയുടെ 10 തൊട്ട് 13 വരെയുള്ള സമ്മേളനത്തിൽ അതിൽ ഫുൾ ടൈം ഇരുന്നൊരു ഒരാളാണ്. പക്ഷെ ഇപ്പോൾ നിയമസഭയുടെ ഒരു അംഗം എന്ന നിലയിൽ നമ്മുടെ മണ്ഡലത്തിൽ ചില വിഷയങ്ങളുണ്ടായപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുണ്ട്, അതിനിറങ്ങിയതാണ് ലാസ്റ്റ്. അല്ലാണ്ട് ഇറങ്ങിപ്പോയിട്ട് ആവശ്യമില്ല. എൻ്റെ ഫസ്റ്റ് PA എടുത്തൊരു സമീപനം നമ്മളറിയാതെ ഒരുപാട് ലെറ്റർ പാഡ് ഉപയോഗിച്ചു. ലെറ്റർ പാഡ് ഉപയോഗിക്കുമ്പോൾ തന്നെ രേഖകളുണ്ട്. രേഖകൾ നിയമസഭയിലായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോകുമ്പോൾ കൂടെ നിയമസഭയുടെ ഇതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ സഭയിൽ കയറുമ്പോൾ എന്നെ സഹായിക്കേണ്ടത് PA ആണ്. അത് സർക്കാർ ജോലിയുള്ള PA ആണ് അതിൻ്റെ ഫസ്റ്റ് വരുന്നത്. ആ PA നമ്മളെ സഹായിക്കാതെ തന്നെ വന്നു എന്ന ഒരു രേഖയുണ്ടാക്കി എൻ്റെ ഒപ്പിട്ട് സഭയിൽ കൊടുത്ത് അനുകൂലങ്ങൾ പറ്റിയിട്ടുണ്ട്. ലെവിൻ കെ വിജയനുണ്ട് വിവരങ്ങളുമായിട്ട്. ലെവിൻ, ഈ സമ്മേളനത്തിൽ ഉടനീളം കമ്മിറ്റിയിൽ ഉടനീളം ഈ CC മുകുന്ദനെതിരെ രൂക്ഷമായ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതിന് പിന്നാലെ ഇറങ്ങിപ്പോക്കുണ്ടായി. ഇപ്പോൾ മരണം വരെയും പാർട്ടി പ്രവർത്തകനായിരിക്കുമെന്നും അല്ലെങ്കിൽ തൻ്റെ മറ്റ് ചില പരിപാടികളിൽ പങ്കെടുക്കാനായുള്ള തൻ്റെ ആ ഒരു വിട്ടുനിൽക്കലിനെ ഇറങ്ങിപ്പോക്കലായിട്ട് വ്യാഖ്യാനിച്ചതാണെന്നുമൊക്കെ CC മുകുന്ദൻ പറയുമ്പോഴും ചെറിയ പരിഭവം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? സേതു, തീർച്ചയായും പരിഭവം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, തികഞ്ഞ അതൃപ്തിയും പ്രതിഷേധവുമുണ്ട്. 20 വർഷത്തോളം ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയും 2 തവണ അസിസ്റ്റന്റ് സെക്രട്ടറി ആവുകയും അതോടൊപ്പം തന്നെ വളരെ ചെറുപ്പത്തിൽ മുതൽ കർഷക തൊഴിലാളിയായി ഈ പാർട്ടിയുടെ അംഗമാവുകയും ഒക്കെ ചെയ്ത ഒരു മുതിർന്ന നേതാവിനോട് കാണിക്കേണ്ട മര്യാദ സംഘടനാ തലത്തിൽ ഉണ്ടായില്ല എന്നുള്ള അമർഷവും കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ കഴിഞ്ഞും കുറച്ചുകൂടി അദ്ദേഹം മയപ്പെട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇന്നലെ VS സുനിൽകുമാറും KK വത്സരാജും PR രമേശും അടക്കമുള്ള നേതാക്കളുടെ പേരെടുത്തുകൊണ്ട് വിമർശനം ഉന്നയിച്ചെങ്കിൽ ഇന്ന് അദ്ദേഹം ആ പേരുകളൊന്നും പറയാൻ തയ്യാറായിട്ടില്ല. അതുമാത്രമല്ല, തന്റെ നിലപാട് തന്നെ ആവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. പാർട്ടിയുടെ അറിവോടുകൂടി ഒരു അഴിമതിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തുന്നു. അതിനെതിരെയാണ് തന്റെ പ്രതിഷേധമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. പലതവണ ഇക്കാര്യങ്ങളൊക്കെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടും ഈ തന്റെ വ്യാജ ഒപ്പിട്ട് സർക്കാരിന്റെ പണം പറ്റിച്ചെടുത്ത ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ വലിയ തിടുക്കവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വലിയ സംരക്ഷണവും പാർട്ടി നൽകുന്നതിനെ ചൊല്ലിയാണ് തന്റെ വിയോജിപ്പ് എന്നുള്ളതാണ് മുകുന്ദൻ വ്യക്തമാക്കുന്നത്. ഇദ്ദേഹം പറയുന്നത്, ഇന്നലെ നമ്മളോട് സംസാരിച്ചത് ജില്ലയിലെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ള ആളുകൾക്ക് ഇയാൾക്ക് വേണ്ടി സംരക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു, അയാൾക്കെതിരെ പരാതിയില്ല എന്നുള്ളത് താൻ അത്തരത്തിൽ കാര്യങ്ങൾ പറയണം, അത്തരത്തിൽ മൊഴി നൽകണമെന്നുള്ള ഒരു നിർബന്ധം പാർട്ടി നേതാക്കൾ തന്നെ തന്നോട് വെച്ചു. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇറങ്ങിപ്പോക്കടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായതെന്നും അദ്ദേഹം വ്യക്തമാക്കിയതാണ്. ഇന്നും അദ്ദേഹം പറയുന്നത് ഈ ആശയപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പാർട്ടി വിട്ട് താൻ ഒരിക്കലും പുറത്തേക്ക് പോകില്ല. കോൺഗ്രസുകാർക്ക് തന്നോട് ചർച്ച നടത്താനുള്ള ധൈര്യമില്ല. മറ്റു പല പാർട്ടിക്കാരും സമീപിച്ചെങ്കിലും കോൺഗ്രസുകാരടക്കമുള്ള ആളുകൾക്ക് താൻ അവരുടെ പാർട്ടിയിലേക്ക് ചെല്ലണമെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ധൈര്യമില്ല എന്ന് പറയുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം, നവകേരള സദസ് അടക്കമുള്ള പ്രവർത്തനങ്ങളുടെ പേരിൽ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് താനായിപ്പോയി എന്ന് അദ്ദേഹം സംസാരിക്കുന്നു. ഇപ്പോൾ വീട് ജപ്തി ചെയ്യുന്ന ഭീഷണിയാണ് തനിക്ക് മുന്നിലുള്ളത്. MLA സ്ഥാനത്തേക്കാൾ ഉപരി തന്റെ വീട് കിടപ്പാടം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രയാസത്തിലാണ് താൻ. MLA ആയതുകൊണ്ട് മാത്രം ആളുകൾ അല്ലെങ്കിൽ ബാങ്ക് വീട് ജപ്തി ചെയ്യാൻ എത്തുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ വീട് വിറ്റിട്ടാണെങ്കിലും ആ പണം വീട് സംരക്ഷിക്കുന്നതിന് വേണ്ടി, കടം വീട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കണമെന്നുള്ള വികാരപരമായിട്ടുള്ള പ്രതികരണവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. തികഞ്ഞ അനീതിയാണ് തനിക്ക് നേരെ ഉണ്ടായത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം ജില്ലയിലെ സംസ്ഥാനത്തെയും മുതിർന്ന നേതാക്കൾക്കടക്കം ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നിട്ടും വ്യക്തമായി അറിയാമായിരുന്നിട്ടും തനിക്കെതിരെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായതിനെ അദ്ദേഹം പ്രതിഷേധത്തോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. ആ ഭിന്നാഭിപ്രായം അദ്ദേഹം തുറന്നു പറയാൻ മടി കാണിക്കുന്നുമില്ല. സേതു.